മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചതെന്ന വെളിപ്പെടുത്തലുമായി പി വി അൻവർ. ആരോപണത്തിൽ വി ഡി സതീശനോട് പി വി അൻവർ മാപ്പ് ചോദിച്ചു. മാപ്പപേക്ഷ സ്വീകരിക്കുന്നുവെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു. ആരോപണം തള്ളിയ പി ശശി പി വി അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശൻ കേരളത്തിന് പുറത്തുനിന്ന് 150 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരി 31-ന് പി വി അൻവർ നിയമസഭയിൽ ആരോപിച്ചത്. ഒരു വർഷം തികയും മുമ്പേ വി ഡി സതീശനോട് മാപ്പ് പറഞ്ഞ് പി വി അൻവർ. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ആരോപണം ഉന്നയിക്കാൻ തനിക്ക് നിർദ്ദേശം നൽകിയത് പി ശശിയാണെന്നും അൻവറിന്റെ വെളിപ്പെടുത്തൽ. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ്. CPM-ലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പി ശശിക്കെതിരായി പരാതിയുമായി രംഗത്ത് വന്നതെന്നും അൻവർ വെളിപ്പെടുത്തി. എന്നാൽ അതാരെന്ന ചോദ്യങ്ങൾക്ക് പി വി അൻവർ മറുപടി നൽകിയില്ല. അൻവറിന്റെ മാപ്പപേക്ഷ സ്വീകരിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. തനിക്കെതിരെയുള്ള പി വി അൻവറിന്റെ ആരോപണം പി ശശി തള്ളി. പി വി അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ശശി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.